പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 34-ാം വാക്യം. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്നു പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടുമഴിഞ്ഞ് അവൻ ശരിയായി സംസാരിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വാക്കിന് അധികാരമുണ്ട്. യഫദ എന്നൊരു വാക്ക് യേശു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, നാവ് തുറന്ന് ചെവി തുറന്ന് ഹല്ലേലൂയ ഒരു മനുഷ്യൻ സൗഖ്യമായി. ഇന്ന് രാവിലെയും യേശു അപ്പയുടെ ഒറ്റ വാക്ക് മതി. എത്ര പേര് പറയും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അപ്പയുടെ ഒറ്റ വാക്ക് മതി. ആ വാക്കിന് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ സാധിക്കും. നാം വാ തുറന്ന് ഏറ്റുപറയുമെങ്കിൽ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ അധരം കൊണ്ട് പറയുമെങ്കിൽ, നിശ്ചയമായി നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമത്രേ. ഇന്നും അവൻ്റെ വാക്കിന് ശക്തിയുണ്ട്. യഫദ, ഒരു വാക്കുകൊണ്ട് അത്ഭുതത്തെ ചെയ്യാൻ കർത്താവിന് സാധിക്കും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമെന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തെയും ഉളവാക്കിയ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേ സൃഷ്ടാവായ ദൈവം നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ചിലത് ഉണ്ടാക്കിയെടുക്കുവാൻ, ഇല്ലാത്ത ചിലതിനെ ഉണ്ടാക്കിയെടുക്കുവാൻ, അടഞ്ഞ അധ്യായങ്ങളെ തുറക്കാൻ, നഷ്ടപ്പെട്ട നന്മകളെ തിരിച്ചു തരുവാൻ വിശ്വസ്തനായ ദൈവമത്രേ. ഇതാ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യേശു കർത്താവ് സോരിൻ്റെ അതിരുവിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തോടെ കടന്നു വരുന്നു. ദെക്കപ്പൊലി ദേശത്തോടെ യേശു വരുമ്പോൾ ഹല്ലേലൂയ ഊമനും ചെകിടനുമായ ഒരുത്തനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ യേശു നമ്മെ തേടി കടന്നു വരും. നാം ആയിരിക്കുന്ന സ്ഥലത്തൂടെ യേശു കടന്നു വരും. ചില അതിര് വിട്ട്, ചില സ്ഥലങ്ങൾ വിട്ട് യേശു നമ്മുടെ അടുക്കൽ വരും. ഇന്ന് പകൽക്കാലവും സ്വർഗത്തിലെ സകല മഹിമകളെയും വിട്ട് താണലോകത്തിലേക്ക് നമ്മെ തേടി വന്ന ഒരു ദൈവത്തെയാണ് നാം അബ്ബ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ആവശ്യവുമായി യേശുവിൻ്റെ അടുക്കൽ ചെല്ലും. യേശുവിൻ്റെ അടുക്കൽ ഇവർ ആവശ്യവുമായി കടന്നു വന്നു. കാരണം അവർക്കൊരു തിരിച്ചറിവുണ്ടായിരുന്നു. യേശു ഒരതിര് വിട്ട്, ഒരു ദേശം വിട്ട് ഇതാ നമ്മുടെ ദേശത്തോടെ വന്നിരിക്കുന്നു, നമ്മുടെ ഭവനത്തിൽ വന്നിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. ഇന്ന് രാവിലെയും നമ്മുടെ കർത്താവ് മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, നമ്മോട് അടുത്തിരിക്കുന്ന ദൈവമത്രേ. നമ്മുടെ വീട്ടിനകത്ത് ദൈവസാന്നിധ്യമുണ്ട്. വചനം നമ്മുടെ വായിക്ക് സമീപവും നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുമ്പോൾ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ഇമ്മാനുവേൽ കൂടെയുണ്ട്. പ്രിയരെ, ഇന്ന് രാവിലെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ അടുക്കലുള്ള ദൈവസാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാൽ മതി. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലിൽ യേശു മുട്ടുകയാ. യേശു നിൻ്റെ അരികിലുണ്ട്. പ്രിയരെ, നിങ്ങൾ തനിയെയല്ല, യേശു കൂടെയുണ്ട്. ഇന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ചുറ്റും പലരും കണ്ടെന്നിരിക്കാം. നിങ്ങളുടെ കൂട്ടുകാരും, നിങ്ങളുടെ കുടുംബക്കാരും, നിങ്ങളുടെ ദേശക്കാരും കണ്ടെന്നിരിക്കാം. അവർക്കാർക്കും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാൻ പറ്റത്തില്ല. നിങ്ങളുടെ അടുക്കലുള്ള യേശുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവൻ്റെ വാക്കിൻ്റെ ഒറ്റ വാക്ക് മതി. ആ വാക്കിൻ്റെ ശക്തിക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അവൻ ഇടപെട്ടാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ ഇടപെട്ടിട്ടും പരിഹരിക്കാൻ പറ്റാത്തത്, ആയിരക്കണക്കിന് ആൾക്കാർ നോക്കിയിട്ടും ഹല്ലേലൂയ നിങ്ങളെ സഹായിക്കാൻ പറ്റാത്തത്, യേശു വന്നാൽ ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ദെക്കപ്പൊലി ദേശത്തൂടെ യേശു കടന്നു പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞു. അവർ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അതിലേക്കൂടെ പോന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ വീട്ടിൽ യേശുവുണ്ട്. ഈ ശബ്ദം നിൻ്റെ കാതിൽ കേൾക്കുമ്പോൾ യേശു നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. യേശു നിങ്ങളോട് ഇടപെടുന്നുണ്ട്. ആ പ്രശ്നത്തെ, ആ ആവശ്യത്തെ, ആ ജീവിത സാഹചര്യത്തെ യേശുവിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുമോ? ഹല്ലേലൂയ. ഇവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ട് കൊടുത്തതുപോലെ നിങ്ങളൊന്ന് ഏൽപ്പിക്കുമോ? കർത്താവേ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു ആവശ്യമുണ്ട്, അപ്പാ എനിക്ക് നീ അല്ലാതെ ആരുമില്ല, എനിക്ക് നീ മാത്രം മതി എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തെ ഒന്ന് അടുക്ക കൊണ്ടുവരുമോ? ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നന്നായിട്ടറിയാം. യേശു അവനെ വേറിട്ട് കൊണ്ടുപോയി, പുരുഷാരത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി. എന്നിട്ടാ അവൻ്റെ ഹല്ലേലൂയ ചെവിയിൽ വിരലിട്ടത്, അവൻ്റെ നാവെ തൊട്ടത്, തുപ്പിയത്. എന്നിട്ടാ യേശു പറഞ്ഞത് യഫദ എന്ന് പറഞ്ഞത്. പലപ്പോഴും ചുറ്റുപാടുമുള്ള കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നെ ഒന്നും
മാറ്റിക്കൊണ്ടുപോകാൻ, നിന്നെ ഒന്ന് ഏകനാക്കി കൊണ്ടുപോകാൻ കർത്താവിന് ഹല്ലേലൂയ പദ്ധതിയുണ്ട്. കർത്താവ് ചിലപ്പോൾ നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി നിർത്തുമ്പോഴും ഭയപ്പെടേണ്ട, അത് കർത്താവാണ് കൊണ്ടുപോയത്. ഈ കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന്, ഈ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ദൈവത്തോടുള്ള ആശ്രയത്തെ നീ മറന്നുപോയെന്നിരിക്കാം. നീ വിചാരിക്കും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർ, എൻ്റെ സഹോദരന്മാർ, കുടുംബക്കാർ, ദേശക്കാർ എന്നെ സഹായിക്കുമെന്ന്. പ്രിയരെ, ആകാശത്തിൻ്റെ കീഴെ മാനവജാതിയുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല. ഒരു മനുഷ്യനും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു മനുഷ്യനും നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്, മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലവും ചെയ്യാൻ പറ്റുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നിന്നെ വേറിട്ട് കൊണ്ടുപോയിട്ട് നിനക്ക് വേണ്ടി സംസാരിക്കും. യഫദ എന്നൊരു വാക്ക് പറയും. ഹല്ലേലൂയ. ഈ രാവിലെ തിരിച്ചറിഞ്ഞ്, കർത്താവേ എനിക്ക് നിന്നെ വേണം, നിൻ്റെ സഹായം എനിക്ക് വേണം, നിന്നെ പിരിഞ്ഞ് എനിക്കൊന്നും പറ്റത്തില്ലെന്ന് ഒറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി. അവൻ വാ തുറന്നു പറയും യഫദ. ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില വാതിലുകൾ കർത്താവ് തുറക്കട്ടെ, ചില അത്ഭുതങ്ങൾ ചെയ്യട്ടെ, ചില കെട്ടുകളെ തമ്പുരാൻ അഴിക്കട്ടെ. ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് പ്രതികരിക്കാൻ പറ്റുമോ? അല്പസമയം നിങ്ങളുടെ നാവ് തുറന്ന്, നിങ്ങളുടെ അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് പറയുമോ? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ, അങ്ങയുടെ മഹത്വം എൻ്റെ വീട്ടിൽ ഇറങ്ങി വരണം, എൻ്റെ ഓഫീസിൽ ഇറങ്ങി വരണം, എൻ്റെ ഭവനത്തിൽ ഇറങ്ങി വരണം എന്ന് പറഞ്ഞ് ദൈവത്തോടൊന്ന് നിലവിളിച്ചാട്ട്, ദൈവത്തോടൊന്ന് വിളിച്ചു പറഞ്ഞാട്ട്, കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ട്. അവൻ വിശ്വസ്തനായ ദൈവമാ, അവൻ വാക്കു മാറാത്തവനായ ദൈവമാ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.